ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഏവരും കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ആദ്യ എപ്പിസോഡ് ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. വിചാരിച്ച പോലെ ഒരു സാധാരണ തുടക്ക സെറ്റപ്പ് അല്ല. സംഭവം വേറെ ലെവൽ പ്രൊഡക്ഷൻ വാല്യൂയോടെയാണ് ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യ ദിവസത്തെ മാര റിയാസ് ഫൈറ്റും കണ്ടസ്റ്റൻസിന്റെ പ്രകടനം കണ്ട് കൈതട്ടിയതും കയ്യിൽ നിന്ന് പോയതുമായ മുഹൂർത്തങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂ 1 സ്വാഗതം. തുടക്കത്തിൽ തന്നെ 40 മത്സരാർത്ഥികളാണ് ഷോയിലേക്ക് എത്തുന്നത്. ഇതിൽ 30 പേർ ഡയറക്റ്റ് ഓഡിഷനിലൂടെയും ബാക്കി 10 പേർ സ്പോൺസർ ഫസ്റ്റ് ടാസ്കിലൂടെ എൻട്രി വഴിയുമാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ടാസ്കിന്റെ പേരാണ് മണിച്ചിത്രത്താഴ്. തൂക്കിയിട്ടിരിക്കുന്ന താക്കോലുകൾ കണ്ടെത്തി അതിലെ ക്ലൂ മനസ്സിലാക്കി അനുയോജ്യമായ പൂട്ട് തുറക്കുക. ഇതിൽ വിജയിക്കുന്ന ആദ്യ 20 പേരാണ് സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനിടയിലാണ് പൂജ എന്ന കണ്ടസ്റ്റൻസിന്റെ ഡ്രാമ. സഹായിക്കാൻ വന്ന പയ്യൻ അവസാനം പൂട്ടും കൊണ്ടുപോയി. അവസാനം കരഞ്ഞു വിളിച്ച് സെറ്റിൽ ചെയ്ത് ഇവിടെ ആരെയും വിശ്വസിക്കരുത് എന്ന ആദ്യത്തെ പാഠവും പഠിച്ചാണ് പൂജ അകത്തേക്ക് കയറുന്നത്. സ്റ്റേജിൽ മെന്റർമാരായി എത്തിയത് അഖിൽ മാര, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ് എന്നിവരാണ്. ആങ്കറായി റെനി ഷീഫ്. ജിൻ അടി തുടങ്ങും മുമ്പേ ജഡ്ജസ് തമ്മിൽ കൊളുത്തിക്കൊണ്ടിരുന്നു. മാര: സീസൺ 4 റിയാസിനെ തോൽപ്പിക്കാൻ തോന്നിയവർ എന്റെ ടീമിലേക്ക് വാ എന്ന് പറഞ്ഞു. റിയാസ് തിരിച്ചടിക്കുവാണ്. അഖിൽ മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്തവർ എന്റെ ടീമിലേക്ക് വാ. ഇതിനിടയിൽ അഖിലിന് രഞ്ജിനിയുടെ ഒരു വക മാസ് കൗണ്ടറും. ഇവിടെ ബിഗ് ബോസ് തോറ്റ ആളും ജഡ്ജിയായി വന്നിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ജയിച്ച മാരാർക്ക് MLA ജയിക്കാൻ പറ്റില്ലല്ലോ എന്ന്. ഇനി 20 കണ്ടസ്റ്റൻസിന്റെ 3 ടീമായി തിരിച്ചുകൊണ്ടുള്ള ടാസ്കുകളിലേക്ക് വരാം. റിയാസിന്റെ ടീം ഇൻവേർട്ടഡ് പിരമിഡ് ടാസ്ക്. സ്കെയിലും കപ്പും വെച്ച് ഇൻവേർട്ടഡ് പിരമിഡ് ഉണ്ടാക്കണം. ഇതിൽ അഭിറാം, അനഘ, പ്രണവ് എന്നിവർ ജയിച്ചു. രഞ്ജിനിയുടെ ടീം കുളംകര ഇൻ ഔട്ട് ടാസ്ക് ആയിരുന്നു. പേരുകൾ പറയുമ്പോൾ ഇൻ ഔട്ട് മാറി ചാടണം. ഇതിൽ പാർവതി വിന്നറായി. മാരാരുടെ ടീം ബൗൺസിംഗ് ബോൾ ടാസ്ക് ആയിരുന്നു. ബോൾ ബൗൺസ് ചെയ്ത് ഗ്ലാസ്സിൽ വീഴ്ത്തണം. ഇതിൽ ഷിജിൻ 22 ഗ്ലാസുകൾ വീഴ്ത്തി വിന്നറായി. ഇന്നത്തെ പ്രധാന കോമഡികൾ നോക്കാം. വർഷ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് രഞ്ജിനിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ജഡ്ജസ് കയ്യിലിരുന്ന CV എടുത്ത് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് പേളിമാണി. അങ്ങനെ കള്ളി വെളിച്ചത്തായി. ഷാനോ തോമസ് പറഞ്ഞത് എന്താണ്? എനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ടെന്ന്. സ്വയം കാച്ചിയ വെടി ജഡ്ജസ് പിടികൂടി പപ്പടമാക്കി. ടാസ്കുകളിൽ വിജയിച്ച പ്രണവ്, പാർവതി, ഷിജിൻ എന്നിവർക്ക് പ്രത്യേക പവറുകളും പ്രിവിലേജുകളുമുള്ള ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിച്ചു. ടാസ്കിൽ തോറ്റവർ ആസിയ, പൂജ, റാഷ, ഷിബിന, ആരാധ്യ, നയന, അപർണ, ഷാനോ നേരെ ഔട്ട് ഹൗസ് എന്ന അപകട മേഖലയിലേക്ക് മാറ്റപ്പെട്ടു. ബാക്കി പുറത്തു നിൽക്കുന്ന 20 കണ്ടസ്റ്റൻസിന് ഒരവസരം കൂടി ലഭിക്കുമോ എന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. ആദ്യ എപ്പിസോഡ് നിങ്ങളിൽ ഉണ്ടാക്കിയ ഇംപ്രഷൻ എന്താണ്? അഖിൽ റിയാസ് ഫൈറ്റിൽ നിങ്ങൾ ആരുടെ കൂടെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും റിവ്യൂ ഇടാനും മറക്കരുത്. അടുത്ത റിവ്യൂമായി കാണാം. ബൈ.